ചന്ദന റിസർവിലെ പുലിയുടെ സാന്നിധ്യം ക്യാമറകൾ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. പുലി ജനവാസ മേഖലയിൽ ഇറങ്ങില്ലെന്ന് ഉറപ്പുവരുത്തും. വനത്തിനുള്ളിൽ ആയതിനാൽ കൂട് സ്ഥാപിക്കില്ല എന്നും വനം വകുപ്പ്. ആഷിക്കുണ്ട് വിവരങ്ങൾ നൽകാനായി ഇടുക്കിയിൽ നിന്ന്. ആഷിക്ക്, ഇനി എന്താണ് വനം വകുപ്പിന്റെ നടപടി? അനിഷേത്, റിസർവ് വനത്തിനുള്ളിലാണ് പുലിയെ കണ്ടെത്തിയത് എന്നുള്ളത് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുമെന്ന ചോദ്യം ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ റിസർവ് വനത്തിൽ നിന്നുള്ള ഉള്ളിൽ നിന്ന് വന്യമൃഗങ്ങളെ പുറത്തേക്ക് തുരത്തുന്നത് പ്രായോഗികമായ കാര്യമല്ല. വനമേഖലയ്ക്കുള്ളിൽ നിന്ന് വന്യമൃഗങ്ങളെ തുരത്തുക എന്നുള്ളത് അപ്രായോഗികമാണ്. പക്ഷേ ഈ ചന്ദനമരങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നിരന്തരം വാച്ചർമാർ ഈ റിസർവ് മേഖലയിൽ സഞ്ചരിക്കുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിഗണിച്ചാണ് പുലിയെ കർശനമായി നിരീക്ഷിക്കുക എന്നുള്ള നീക്കത്തിലേക്ക് വനംവകുപ്പ് കടക്കുന്നത്. ഇതിനുവേണ്ടി വിവിധ ഇടങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഈ ഘട്ടത്തിൽ വനംവകുപ്പ് നീങ്ങുന്നത്. അതേസമയം തൊട്ടടുത്തുള്ള ജനവാസ മേഖലകളിലേക്ക് ഈ പുലി പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കും. പുലിയുടെ സാന്നിധ്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് വാച്ചർമാരെ ചുമതലപ്പെടുത്താൻ, ഓരോ മേഖലകളിലും ചുമതലപ്പെടുത്തുവാനാണ് നിലവിൽ വനംവകുപ്പ് ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കൂട് സ്ഥാപിച്ച് പുലിയെ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ആ നിലയിലുള്ള നടപടികൾ ഉണ്ടാകില്ല എന്നും വനംവകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. ശരി, മുഹമ്മദ് ആഷിഖാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.